വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അഖിലെ, ആവശ്യമില്ലാത്ത സംസാരിച്ചുകൊണ്ട് ഇതുപോലെയൊരു പ്രശ്നത്തിന് ഇടവരുത്താൻ എനിക്ക് വയ്യ. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ എനിക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുക, മിത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ പറഞ്ഞ സമയത്തുള്ളിൽ തന്നെ എനിക്ക് കഴിയും. ആ ഒരു വിശ്വാസം ഒന്നുള്ളതുകൊണ്ട് തന്നെയാ ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ ജീവനെ പേടിയുണ്ടായിട്ടും നിങ്ങളെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെനിക്ക് തന്ന എൻ്റെ ജോലി എടുത്തുകൊണ്ട് തന്നെ എൻ്റെ കടമ തീർക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട. പിന്നെ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും തമ്മിലുള്ള എഗ്രിമെന്റ്. അതിൻ്റെ പേരിൽ മിത്രയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാ വെറുതെ പറയില്ല ഞാൻ. നിങ്ങൾ കണ്ടതൊന്നുമല്ല ഞാൻ. നിങ്ങളുടെ കയ്യിലുള്ള അത്രയും കാശ് എൻ്റെ അടുത്തുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ പറയുക, മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളുടെ അടിവേരിളക്കിയിട്ടേ വിശ്വം അടങ്ങി നിൽക്കുകയുള്ളൂ. അത് മറക്കണ്ട. അവന്റെ ആ ശബ്ദത്തിലെ കാഠിന്യത്തിന് ഉറപ്പിന് മുമ്പിൽ അഖിലിനൊരു നിമിഷം ശബ്ദം നഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞിട്ടാ മിത്ര എബിനെ കാണാൻ പോയത്. അവർക്ക് തമ്മിൽ എന്തോ കാര്യം പരസ്പരം പറഞ്ഞു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് തന്നെ വരും. നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ഇന്നലത്തെ പോലെ എനിക്ക് പറ്റില്ലെന്ന് കരുതി അവളുടെ ജീവിതം വെച്ചുള്ള ഒരു കളിക്ക് നിങ്ങൾ ഇറങ്ങുകയും വേണ്ട. അറുത്ത് മുറിച്ച പോലെ അത്രയും പറഞ്ഞിട്ട് അഖിലിന്റെ മറുപടി പോലും കാത്തിൽക്കാതെ ഫോൺ വെച്ചുകൊണ്ട് നേരെ ചുമരിലേക്ക് കൈ ചുരുട്ടിയിരിക്കുകയാണ് വിശ്വ ചെയ്ത്. അവന് അത്രമേൽ ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും അവന്റെ ഉള്ളു തണക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറഞ്ഞ് അവനെ വേദനിപ്പിക്കാതിരിക്കാൻ മുരുകൻ അവിടുന്ന് മാറിപ്പോവുകയാണ് ചെയ്ത്. എബിൻ പോയി കഴിഞ്ഞതും മിത്ര ഓർത്തതൊക്കെ അവനെ കുറിച്ചായിരുന്നു. എത്രയൊക്കെ താൻ അവനെ കൂട്ടുകാരനായി പരിഗണിച്ചാലും ഇനി ഒരിക്കലും പഴയ പോലെ തന്നോട് അത്രയും ഫ്രീ ആയിട്ട് ഇടപെടാൻ എബിന് കഴിയില്ലെന്ന് അവൾക്ക് അപ്പോൾ മുതൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോഴും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വലിയൊരു തെറ്റായി പോകുമായിരുന്നു തന്റെ ജീവിതം. അതിനിട കൊടുക്കാൻ സംരക്ഷിക്കാൻ നോക്കിയാണ് ചെയ്തെന്നും മിത്ര അവളോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ടും തിരിഞ്ഞുപോലും നോക്കാതെ എബിയുടെ ചിത്രം അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി ആ ടീനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യുന്ന ഓർക്കുമ്പോൾ അവൾക്ക് അപ്പോഴേ തലപെരുകുന്നുണ്ട്. വിഷയം ഓർമ്മ വന്നു. ആ അസ്വസ്ഥ പിടിച്ചു മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന നിമിഷം. ഫോൺ എടുത്തുകൊണ്ട് അവന് വിളിക്കാൻ തോന്നിയ നിമിഷം തന്നെയാണ് ആളെ ഞെട്ടിച്ചുകൊണ്ട് അതിലേക്ക് ഒരു കോള് വന്നത്. അഖിലിനോട് ഗൗരവത്തിലും ദേഷ്യത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും മിത്ര അവന്റെ കൺവെട്ടത്ത് എവിടെയാണുള്ളതെന്ന ചിന്ത വിശ്വക്ക് നിലതെറ്റി പോകുന്നുണ്ടായിരുന്നു. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഏത് നെറികെട്ട കളിയും ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവനാണ് താനെന്ന് മിത്രയുടെ കാര്യത്തിൽ 2-3 പ്രാവശ്യമായി തെളിയിച്ചവനാണ് അഖിലും അവന്റെ കൂടെയുള്ളവരും. ഇനി അതിനെ ആവർത്തിക്കുകയും ചെയ്യുമെന്ന് തന്നോട് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞവനുമാണ്. തന്നെ ഓർത്തല്ല, അവളെ ഓർത്തായിരുന്നു വിശ്വക്കപ്പോൾ വേവലാതി തോന്നിയത് അത്രയും. മിത്ര ഇങ്ങോട്ട് വിളിക്കുന്നതിനെ ചൊല്ലി ആശങ്കപ്പെട്ടവനാണ്. അപ്പോൾ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവളുടെ സംസാരം ഒന്നും കേട്ടില്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് താൻ ചത്തുപോകുമെന്ന് തോന്നിയ നിമിഷം മറ്റൊന്നും ഓർക്കാതെ വിശ്വമിത്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. വിശ്വ, സർപ്രൈസ്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തേയുള്ളൂ. അമ്പരപ്പ് നിറഞ്ഞ ശാന്തമായവളുടെ സ്വരം കേട്ടതും അതുവരെയും വറിഞ്ഞു മുറുകിയിരുന്ന തന്റെ ഹൃദയധമനികൾ ഒന്ന് ശാന്തമായതുപോലെ വിശ്വക്ക് അനുഭവപ്പെട്ടു. എബി വന്നില്ലേ? സംസാരത്തിൽ നിന്നും തന്റെ മാനസിക പ്രയാസങ്ങൾ മിത്ര ഒരിക്കലും അറിയരുതെന്ന് വാശിയുള്ള പോലെ വിശ്വ മൃദുവായി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. വന്നിട്ട് പോയി. നീ വിചാരിച്ച പോലെല്ലാം പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞോ? എന്റെ ഭാഗം ക്ലിയർ ചെയ്തു. പക്ഷെ അവൻ... മിത്രയുടെ ഉള്ളിലെ സങ്കടം അവളുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സാരമില്ല, ഇതൊക്കെ പ്രതീക്ഷനല്ലേ നീ അങ്ങോട്ട് പോയതും. അവനെല്ലാം ഉൾക്കൊള്ളാനുള്ള സമയം വേണ്ടി വരും. അതുവരെ അവൻ അവന്റെ വഴിക്ക് വിട്ടേക്ക്. തന്റെ അവസ്ഥ മറന്നിട്ട് അവനപ്പോൾ അവളെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതെനിക്കറിയാം വിശ്വ. പക്ഷെ എങ്കിലും അവൻ യാത്ര പോലും പറയാതെ എഴുന്നേറ്റ് പോയാൽ പോക്കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ. ഉള്ളിലെ ടെൻഷൻ കൊണ്ടാവാം. അവന്റെ സ്നേഹം ചിലപ്പോൾ അത്രയും ആഴത്തിൽ പതിഞ്ഞുകൊണ്ടായിരിക്കും. സമയം വൈകുന്നിടത്തോളം അവനും എനിക്കിത് ഒരുപാട് വേദന നൽകും മിത്ര. ഇത് ഇത്രയും പെട്ടെന്ന് അവസാനിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് സമാധാനിക്കുക. ഒന്നുമില്ല, എന്റെ മനസ്സിൽ അങ്ങനെ തന്നെ വിശ്വ. എന്നാലും അവനങ്ങനെ പോയത് കണ്ടപ്പോ ഒരു സങ്കടം, അതുകൊണ്ട് പറഞ്ഞ. അത് വിട്ടേ, നീ ഓക്കെ ആണല്ലേ? അവനതായിരുന്നു അറിയേണ്ടിയിരുന്നത്. ഓക്കെയാ. ആളാ പറഞ്ഞ സത്യം തന്നെയായിരുന്നു. അതുവരെ അവളെ പൊതിഞ്ഞു നിന്നിരുന്ന അസ്വസ്ഥ അല്പം പോലും ബാക്കിയില്ലാത്ത വിധം ആളിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. നീ ഇപ്പൊ ഇവിടെ? അഖിൽ അവളുടെ അടുത്തെവിടെയോ ആളുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന വേവലാതിയോടെയാണ് അവൻ ചോദിച്ചത്. മിത്ര അവളിരിക്കുന്ന റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞു കൊടുത്തു. ഒരുപാട് തിരക്കുള്ള ഏരിയ ആണത്. അവൻ അവിടെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് ചോദിച്ചു. എന്തുപറ്റി? മിത്രക്ക് അവന്റെ സ്വരത്തിലുണ്ടായിരുന്ന ആ ഒരു വെപ്രാളം തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു. ഒന്നുമില്ല, നീ തനിച്ചാണോന്നറിയാൻ വേണ്ടി. ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ അഖിൽ അവളെ ഉപദ്രവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അവനപ്പോൾ ഓർത്ത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് വിശ്വ. മിത്രയൊന്ന് ചുറ്റും നോക്കി.
അത് നീ അവിടെ തന്നെ നിന്നോ, ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വിശ്വ ഒറ്റ ശ്വാസത്തിന് പറയുന്നതിനൊപ്പം തന്നെ എഴുന്നേറ്റ് റെഡിയാവാൻ അകത്തേക്ക് പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിശ്വ? ചോദിക്കുന്നതിനൊപ്പം തന്നെ മിത്ര വീണ്ടും ചുറ്റും നോക്കുന്നുണ്ട്. ഏയ് നീ ടെൻഷനാവില്ലേ, പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ലാതിരിക്കാനാണ് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ്. നീ എന്തായാലും ഞാൻ വന്നിട്ട് പോവാം, അവിടെ നിൽക്ക്, ഞാനൊരു 1.5 മണിക്കൂറുണ്ട് അവിടുത്തെ. അതും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ധൃതിയിൽ ഒരു ഷർട്ടും പാൻറ്റും വലിച്ചു കയറ്റി കാറിന്റെ കീയുമായി ഓടുന്നതിനിടെ തന്നെ മുരുകനോട് മിത്രയുടെ അരിയിലേക്ക് പോവുകയാണെന്ന് പറയാനും മറന്നില്ല അവൻ. മിത്ര പോയതോടെ അലക്കലൊക്കെ പെട്ടെന്ന് തീർത്തുകൊണ്ട് വിശ്വ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തോടെ അവരുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ടീനയും കണ്ടിരുന്നു. ഓടിപ്പാഞ്ഞു വന്നിട്ട് അവൻ ധൃതിയിൽ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്പീഡിൽ പോയി. അതോടെ അവളുടെ മനസ്സ് വീണ്ടും പുകഞ്ഞു തുടങ്ങി. വരാമെന്ന് പറഞ്ഞതിനേക്കാൾ 10 മിനിറ്റ് മുന്നേ ഓടിക്കതച്ച് വിയർപ്പിൽ നനഞ്ഞ് വെപ്രാളത്തോടെ വരുന്നവനെ മിത്ര അമ്പരപ്പോടെ നോക്കി. എന്താ വിശ്വ, എന്തു പറ്റി, ഇതെന്താ ഇങ്ങനെ? അവന്റെ ഇങ്ങ് മറക്കാത്ത നോട്ടവും കിതപ്പുമെല്ലാം കണ്ടിട്ട് എന്തു പറ്റിയെന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു മിത്രയുടെ മുഖം നിറയെ. വിശ്വ വന്നതും ആള് നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ആൾക്ക് മുമ്പിലുണ്ടായിരുന്ന ജ്യൂസ് അവനെ എടുത്തു കുടിച്ചു. ശേഷം കിതപ്പോടെ ആൾക്ക് മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറെ പേരൊക്കെ അവന്റെ വരവാ കാണിച്ചു കൂട്ടെല്ലാം കണ്ടിട്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. വിശ്വ എന്താന്ന് പറയേ, രാഹുൽ എന്തെങ്കിലും? മിത്ര അവനെ സംശയത്തോടെ നോക്കിയിട്ട് ആ കയ്യിലും തൊട്ടു. പലവട്ടം അവളത് ചോദിച്ചിട്ടും എന്ത് ഉത്തരം പറയണമെന്നറിയാത്തൊരു വെപ്രാളത്തോടെ ഇരിക്കുന്നവൻ. രാഹുൽ എന്ന് കേട്ടതും അതിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവളെ നോക്കി അതേന്ന് തലയാട്ടി കാണിച്ചു. അവനിത് എന്തിന്റെ കേടാ, മനുഷ്യന് സ്വൈര്യവും തരില്ലാന്ന് വെച്ച് നടക്കുന്നു. മിത്രയുടെ മുഖം ചുളിഞ്ഞു. അവൻ എന്തുമാത്രം വേഗത്തിലാണ് ഇവിടെ ഓടിയെത്തിയെന്ന് തെളിയിക്കും വിധം കിതപ്പോടെ കസേരയിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുന്നവൻ. അതുവരെ ഇല്ലാത്ത വിധം മിത്രയ്ക്ക് അവനോട് സ്നേഹം തോന്നിയ നിമിഷം കൂടിയായിരുന്നത്. തനിക്ക് വേണ്ടി ഓടിയെത്തിയവനാണ്. രാഹുൽ തന്നെ അപായപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് മാത്രം ഓടിയെത്തിയവൻ. സ്നേഹമുള്ളവരോട് മാത്രം ഒരാൾ കാണിക്കുന്ന പരിഗണന, ആർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നോർത്തപ്പോൾ ഒരാൾക്കുണ്ടാവുന്ന പരവേശം. മിത്രയ്ക്ക് അവനെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത്. മുകളിലെ 2 ബട്ടൺ അഴിച്ചിട്ട് വിയർപ്പിൽ കുതിർന്ന ഷർട്ട് വിശ്വന്ന് പുറകിലേക്ക് വലിച്ചു മാറ്റി. ഇനി വെള്ളം വല്ലതും വേണോ വിശ്വ? അവന് ഇനി ഒതുങ്ങാത്ത കിതപ്പ് കണ്ടിട്ട് മിത്ര ചോദിച്ചു. വേണമെന്ന് അവൻ തലയാട്ടി. രാഹുൽ എന്നെ അപകടത്തിൽപ്പെടുത്തുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവളുടെ ആ ചോദ്യം വീട്ടിലായതുപോലെ വിശ്വളെ നോക്കി. അവൻ എനിക്ക് വെല്ലുവിളി പോലെ ഒരു മെസ്സേജ് ചെയ്തു. പെട്ടെന്ന് വായിൽ തടഞ്ഞിരുന്നോണ ആൾക്ക് മുമ്പിൽ പറയുമ്പോഴും അവൻ അവളെ നോക്കാതെ ചുറ്റുമാണ് ശ്രദ്ധിക്കുന്നത്. അവൻ വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലോ വിശ്വ? ഏയ് അല്ല, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് അവൻ. അവരങ്ങനെ നിസ്സാരമായിട്ട് കണ്ടുകൂടെ മിത്ര, ഭയന്നേ പറ്റൂ. വിശ്വ മിത്ര പറഞ്ഞ് അംഗീകരിക്കാത്ത പോലെ വിരങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവന് ഇവിടെ ഉണ്ടെന്നാണ് നിനക്ക് മെസ്സേജ് ചെയ്ത്? അതെ, ഈ റെസ്റ്റോറൻറ്റിന്റെ പേരും പറഞ്ഞു, നിന്റെ വളരെ അരികിലുണ്ടെന്നും പറഞ്ഞു. അവനൊന്നും കൂടെ പിന്തിരിഞ്ഞു നോക്കി. ഞാൻ വന്നിട്ട് 1/2 മണിക്കൂറിലേറെയായി, അവനിവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവന്റെ ഉദ്ദേശം എന്നെ ഉപദ്രവിക്കാന്നായിരിക്കില്ല, നിന്നെ ഒന്ന് വെറുതെ ഭയപ്പെടുത്തി ചൊറിയാന്നായിരിക്കും. നീ കൃത്യമായിട്ട് വന്ന് വീഴുകയും ചെയ്തു. മിത്ര ആ സാഹചര്യത്തെ കുറച്ചുകൂടി ലാഘവമാക്കാനാണ് ശ്രമിച്ചത്. നീ ശ്രദ്ധിക്കാതിരുന്നാണെങ്കിലോ? നീ എബിയോട് സംസാരിക്കില്ലായിരുന്നോ? വീശ പറഞ്ഞു കേട്ടപ്പോഴാണ് മിത്ര അതിനെക്കുറിച്ച് ആലോചിച്ചത്. മിത്രയെ അവൻ പറഞ്ഞ് അനുകൂലിച്ചു. സംസാരിക്കുന്നതിൽ വീണ്ടും എബിയുടെ ചാപ്റ്റർ കയറി വന്നു. മിത്ര അസ്വസ്ഥയായി. എബിയെ കുറിച്ച് ഓർത്തിട്ട് വീണ്ടും അവളുടെ മുഖം മങ്ങി. വിശ്വക്ക് ആ ഭാവമാറ്റം മനസ്സിലാവുകയും ചെയ്തു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് പോയാലോ? ഇതെല്ലാം കണ്ടും കേട്ടും അഖിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതിനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വിശ്വക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനാണ് തോന്നിയത്. പോവാം, മിത്രയും സമ്മതിച്ചു. നിനക്കിനി എന്തെങ്കിലും വേണോ? കോഫിയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും? എഴുന്നേൽക്കുന്നതിനിടയിൽ തന്നെ വിശ്വ ചോദിച്ചു. മിത്ര വേണ്ടെന്ന് തലയാട്ടി. എങ്കിൽ വാ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ തന്നെ വിശ്വ മിത്രയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നിർവൃതിയോടെ അവന് പുറകെ നടക്കുമ്പോൾ അവൻ മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന കയ്യിലേക്ക് മിത്ര കൂടെ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതുവരെ അറിയാത്തൊരു വികാരമാണപ്പോൾ ആളുടെ ഉള്ളിൽ പതിഞ്ഞു പൊങ്ങുന്നത്. അവനോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം ഇന്ന് അവനോട് വെളിപ്പെടുത്തണമെന്ന് തനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവനോട് അതിനുവേണ്ടി ഇങ്ങോട്ട് വരാൻ പറയണമെന്നൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. എബിയെ കണ്ട് സംസാരിച്ചതിന്റെ ആ ഒരു ക്ഷീണത്തിൽ അതെല്ലാം മനസ്സിൽ നിന്ന് അകന്നുപോയതുപോലെയായിരുന്നു. പക്ഷെ വീണ്ടും അവന്റെ ആ സാന്നിധ്യത്തിലും ആ സംരക്ഷണത്തിലും വീണ്ടും അവൾക്ക് ആ ഇഷ്ടം ഉള്ളിലിരുന്ന് വിങ്ങി. അത് അവനോട് തുറന്നു പറയണമെന്ന ആഗ്രഹം തീവ്രമായി. വിശ്വ ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ മിത്ര അവനെന്ന് വിളിച്ചു. അവനവളെ തിരിഞ്ഞു നോക്കി. എനിക്ക് പക്ഷെ ആ നോട്ടം കണ്ടതോടെ ആൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. പറഞ്ഞു. അവൻ നടക്കുന്നതിനിടെ സ്പീഡ് കുറച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് വിശ്വ. മിത്ര അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോ വേണ്ട മിത്ര, ഇവിടെ ശരിയാവില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാം. ഇപ്പൊ നീ വാ, ഇവിടെ അധികം സമയം നിൽക്കണ്ട, അവൻ എവിടെയോ ഉണ്ട്.
താളം തെറ്റിയ തന്റെ ഹൃദയമിടിപ്പും വിറയലുമെല്ലാം ഒതുക്കിക്കൊണ്ട് വിശ്വ ശാന്തമായിട്ടാണ് അത് പറഞ്ഞത്. അതോടെ അവിടെ മുഖം മങ്ങി. അവനൊപ്പം തന്നെ വീണ്ടും മുന്നോട്ട് കടന്നു. ഞാൻ സ്കൂട്ടിയിലാണ് വന്ന വിശ്വ, ഞാൻ അതിർത്ത് വന്നോളാം, നീ കാറെടുത്തു വാ. പുറത്തേക്ക് ഇറങ്ങിയത് മിത്ര വിശ്വയെ നോക്കി. അവൻ അപ്പോഴും അവിടെ കയ്യിൽ പിടിവിട്ടില്ല. സ്കൂട്ടി അവിടെ ഇരിക്കട്ടോ, ആ മുരുകനോട്ട് എടുപ്പിക്കാം, ഇപ്പൊ നീ എന്റെ കൂടെ വാ, അത് നല്ലത്. യാതൊരു ഭാവമാറ്റവുമില്ലാതെ മിത്രയുടെ മറുപടി പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തന്റെ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. രാഹുലിനെ ഇങ്ങനെ പേടിച്ച് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമോ വിശ്വ? കാറിനടുത്തെത്തിയതും മിത്ര അവനോട് ആദ്യം ചോദിച്ചത് അതാണ്. ആളോട് താൻ കാണിച്ച പ്രവൃത്തികൾ പാതിരി കടന്നു പോയെന്ന് അപ്പോഴായിരുന്നു വിശ്വ ചിന്തിച്ചതും. എതിരെയുള്ളവൻ രാഹുൽ എന്നാണ് അവളുടെ വിചാരം. പക്ഷെ അത് രാഹുലിനേക്കാൾ 10 മടങ്ങ് വിഷമുള്ള അഖിലാണെന്ന് അവൾക്കൊരിക്കലും അറിയില്ല. അവളുടെ ജീവന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത ഒരു കൊടും ക്രിമിനലിന്റെ മനസ്സുള്ള അഖിലും അവരുടെ ടീമും. തന്റെ കാര്യത്തിൽ വിശ്വക്കൊരു പേടിയുമില്ല. പക്ഷെ താനും അവരും തമ്മിലുള്ള അഗ്രിമെന്റ് കാരണം മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ കൂടി വയ്യ. അഖിലിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് മിത്രയെ സംരക്ഷിച്ചു പിടിക്കണമെന്നുള്ള ചിന്തയിലൂടെ ഓടി വന്നപ്പോൾ അഖിലിനെ കുറിച്ച് മാത്രമാണ് ഓർത്ത്. തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന മിത്ര അവൾക്കൊരു ഉത്തരം വേണമെന്നുള്ള വാശി പോലെയുള്ള ആ നിൽപ്പ്. നെറ്റിലൊന്ന് തട്ടിയിട്ട് അവൻ കാറിലേക്ക് ചാരി നിന്നു. അവനെയൊക്കെ ഭയന്നേ പറ്റൂ മിത്ര, അത്രയും വലിയ ക്രിമിനലാ. എന്റെ കാര്യത്തിലല്ല, നിന്റെ കാര്യത്തിൽ എനിക്ക് അവനോട് ഭയമുണ്ട്. അഖിലിനോടുള്ള മുഴുവൻ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിശ്വ അത് പറഞ്ഞതെങ്കിൽ മിത്ര അവന്റെ ആ വാക്കുകൾ ഹൃദയത്തിലേക്കാണ് ചേർത്ത് വെച്ചത്. എന്നെ ഓർത്തല്ല, എനിക്ക് നിന്നെ ഓർത്താണ് ഭയം. എത്ര മനോഹരമായ വാക്കുകൾ അതിലൂടെ തുറന്നു കാണിക്കുന്നത് അവന്റെ മനസ്സ് തന്നെയാണോ ഇനി? അവന്റെ ജീവനേക്കാൾ തന്റെ ജീവന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ അവനോളം തന്നെ അവൻ തന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നാണോ വിശ്വ അർത്ഥമാക്കുന്നത്? ചിന്തകൾ അധികരിച്ചപ്പോൾ മിത്രയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. കണ്ണിമ വെട്ടാതെ ആളവനെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ആ നോട്ടം അവരിലും ചെറുതല്ലാത്ത ഒരു ആശങ്ക ഉണർത്തുന്നുണ്ട്. നമ്മൾ കാണുന്നൊന്നല്ലേ രാഹുൽ, അവന് പുറകിൽ നിതിൻ കൂടിയുള്ളതുകൊണ്ട് ഭയന്നേ പറ്റൂ മിത്ര. അതുകൊണ്ട് സംഭവിച്ചു പോയത്, നീ ക്ഷമിക്കണം. നീ എന്തിനാ വിശ്വ ക്ഷമ ചോദിക്കുന്നേ? മിത്രയും വിശ്വക്കരികിലേക്ക് നിന്റെ കാറിൽ ചാരി. ഞാൻ നിന്നോട് കുറച്ച് ഓവറായിട്ട്. വിശ്വ അതിനെ ന്യായീകരിക്കാൻ തപ്പിത്തടഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു. ആൾക്ക് അവന്റെ വെപ്രാളം മനസ്സിലാവുകയും ചെയ്തു. ഇനി എന്നും എപ്പോഴും എന്നെ ഇതുപോലെ സംരക്ഷിതമാക്കാൻ ഈ ജന്മം മുഴുവൻ വിശ്വന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുക. തനിക്കരികിൽ തന്നെ നോക്കാതെ വളരെ ശാന്തമായി മിത്രയുടെ ഉള്ളിലെ തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയുമ്പോൾ അത് മുന്നേ പ്രതീക്ഷിക്കുന്നതായിട്ട് കൂടി വിശ്വം ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. വല്ലാത്തൊരു നിമിഷം. ഇഷ്ടം പറയാൻ പറ്റിയ അന്തരീക്ഷമല്ല, സാഹചര്യമല്ല, ഞാനും അവൾ ഒട്ടും ഓക്കെയുമല്ല. എന്നിട്ടും ആദ്യമായി ആത്മാർത്ഥമായി കേട്ട ഇഷ്ടം തുറന്നു പറയുന്നത്, ആ ഹൃദയത്തിന്റെ പങ്ക് ചോദിക്കാൻ അവൾ കാണിച്ച ധൈര്യം, ആൾക്കുള്ളിൽ തന്നോടുള്ള സ്നേഹം ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് വിശ്വക്ക് ആ നിമിഷമാണ് മനസ്സിലായത്. മിത്ര. ശരീരത്തിനൊപ്പം അവന്റെ സ്വരം കൂടി വിറച്ചു. ഐ ലവ് യു വിശ്വ. പതിഞ്ഞ ഉറപ്പുള്ള അവളുടെ വാക്കുകൾ. അതവൾ വാക്കായിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവനോടുള്ള ആ സ്നേഹം അങ്ങനെ മിത്രയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നുണ്ട്. വിശ്വ ആ കണ്ണിലേക്ക് നോക്കി. ഒരു വേള താനും ആ കണ്ണിൽ ഉടക്കിയതുപോലെ, നോട്ടം മാറ്റാൻ കഴിയാതെ. ഇപ്പൊ വിശ്വ കാണിച്ച ഈ സ്നേഹവും കരുതലും ഞാനങ്ങ് പറഞ്ഞു പോയതാ. ആക്ച്വലി ഇങ്ങനെയൊന്നല്ല ഞാനിത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും വിശ്വയോട് പറയണമെന്ന് ഞാൻ വിചാരിച്ച കാര്യം തന്നെയാ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിശ്വ. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എൻ്റെ പാതിയായി സ്വീകരിക്കാൻ മാത്രം വലിപ്പമുള്ളൊരു ഇഷ്ടം. ശാന്തമായി എന്നാൽ ഉള്ളിലുള്ള പ്രണയത്തിന്റെ ഉറപ്പോടെ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന മിത്ര അവളോടൊപ്പം എന്തു മറുപടി പറയണമെന്നറിയാത്ത ഒരു പതർച്ചയോടെയാണ് വിശ്വ നിൽക്കുന്നത്. നീ ഇപ്പൊ ബുദ്ധിമുട്ടി ഒരു മറുപടി പറയണമെന്നില്ലടോ. നന്നായിട്ട് ആലോചിച്ച് ഞാനിപ്പോൾ പറഞ്ഞ അതേ ഇഷ്ടം നിനക്ക് എന്നോട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം തിരിച്ചു പറഞ്ഞാൽ മതി. ഇനി അതല്ല നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതും എന്നോട് പറയണം. ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നതെല്ലാം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എല്ലാം സാക്ഷിയായ ഞാൻ തന്നെ വിശ്വ അതിന് നിർബന്ധിക്കുന്നു കരുതരുത്. വിശ്വയോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന് വെച്ച് എനിക്കൊരിക്കലും തന്നെയുള്ള കൂട്ടിയിട്ട് അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടം നീ സ്വീകരിച്ചാലില്ലെങ്കിലും വിശ്വ എന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെയാവും. അത് ഞാൻ ഉറപ്പുവരുന്നു. മിത്ര അവൻ്റെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. ഞാനിപ്പോൾ തന്നോട് പറഞ്ഞ ഈ ഇഷ്ടം പെട്ടെന്നൊരു ദിവസം ഇന്നിപ്പോൾ ഉണ്ടായതാണെന്ന് കരുതരുത്. തനിക്ക് മുമ്പിൽ ഞാനിപ്പോൾ പ്രകടമാക്കിയത് എൻ്റെ മനസ്സാണ്. തന്നോടൊപ്പം ഉള്ള നിമിഷങ്ങളെല്ലാം ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എനിക്ക് ഞാനായിട്ടിരിക്കാൻ സ്പേസ് നൽകുന്ന തൻ്റെ ആ സൗഹൃദത്തിനോടൊപ്പം തന്നെ തൻ്റെ പ്രണയവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ മിത്ര അവനെ നോക്കി. ആൾക്കുള്ള മറുപടി കൊടുക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും വിശ്വ ആ നിമിഷം സ്റ്റെക്കായതുപോലെയാണ്. ഇതുപോലെ മിത്ര പറയുമെങ്കിലും അപ്പോൾ അവൾക്ക് വേണ്ട മറുപടി കൊടുക്കണമെന്നൊക്കെ അവൻ്റെ മനസ്സിൽ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനം അതപ്പോൾ എങ്ങോ പോയി ഒളിച്ചിരുന്നു.
ഇതിനു മുമ്പ് ഇഷ്ടമാണെന്ന് അവനോട് പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. നാട്ടിലുള്ളപ്പോഴും ഓരോ ജോലിക്ക് പോയെടുത്തുമല്ല. പക്ഷെ അന്നൊന്നും ഇപ്പോൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ മുഖത്തുണ്ടായിരുന്ന ആ തിളക്കം, അതൊന്നും അവൻ അവരിൽ കണ്ടിട്ടില്ലെന്ന് വിശി അപ്പോൾ ഓർക്കുകയായിരുന്നു. ഒരു ചിരിയോടെ താൻ അതെല്ലാം ഒതുക്കി വിടുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇത് പക്ഷേ അതിന് കഴിയുന്നില്ല. പ്രണയിച്ച് വഞ്ചിച്ച് മറ്റൊരാളുടെ കൈപ്പിടിയിലേക്ക് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരിൽ നിന്ന് കാശ് വാങ്ങി വന്നവനാണ് താനെന്ന് പോലും വിശ്വാനിമിഷം ഓർക്കുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോൾ തന്നോട് പറഞ്ഞ അതേ ഇഷ്ടം തനിക്ക് അവളോടുമുണ്ടെന്ന് അവന്റെ മനസ്സ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.